വെൽക്കം ടു ഷീക്ക് സ്ലീക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കിൻ കെയർ റുട്ടീനാണ്. ഓക്കെ, കറന്റ് സ്കിൻ കെയർ റുട്ടീനാണ്, അല്ലെങ്കിൽ അപ്ഡേറ്റഡ് സ്കിൻ കെയർ റുട്ടീൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്ഡേഷൻസ് എന്ന് പറഞ്ഞാൽ വലിയ അപ്ഡേഷൻ ഒന്നുമില്ല, എന്നാലും ഒരു സാധനം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും ഫസ്റ്റ് ടോണറിന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പ്ലമ്മിൻ്റെ നയാസിനമൈഡ് റൈസ് വാട്ടർ ആൻഡ് നയാസിനമൈഡ് ടോണറാണ് നമുക്ക് ചെയ്യാം. ഇനി ഞാൻ ഡാബ് ഒന്നും ചെയ്യാതെ തന്നെ ഡയറക്ട്ലി ഈ സ്നെയിൽ മ്യൂസിൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. സ്നെയിൽ മ്യൂസിൻ ഇത് ഇതുപോലെ കുറച്ചെടുത്ത് എല്ലാ ഭാഗത്തും അപ്ലൈ ആണ് ചെയ്യാറ്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം, ഇട്ട് ഒരതൊന്നുമില്ല, ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. അടുത്തത് സിറമാണ്, ആൽഫ-ആർബുറ്റിൻ സിറം. ഇപ്പം എനിക്ക് കുറച്ച് സ്പോട്ട്സ് ഉണ്ട്, ഡാർക്ക് സ്പോട്ട്സ്. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതും നേരത്തെ നമ്മൾ ചെയ്ത പോലെ ജസ്റ്റ് ഒന്ന് ഫുൾ ഫേസ് ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. ചെവിയിൽ അപ്ലൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നെക്കിലും ചെവിയിലും നമ്മൾ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അടുത്തത് മോയ്സ്ചറൈസർ. ഇത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുള്ള തന്നെയാണ്. ന്യൂട്രിഡോമിൻ്റെ വിറ്റമിൻ ഇ മോയ്സ്ചറൈസിങ് ലോഷനാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഡാബ് ചെയ്യാണ് ചെയ്യുന്നത്. ഫേസിലും നെക്കിലും അതുപോലെ നെക്കിന്റെ ബാക്കിലും ചെവിയിലും ഒക്കെ അപ്ലൈ ചെയ്യാം, എന്നിട്ട് ഡാബ് ചെയ്യാം. ഇനി അടുത്തതാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, അതായത് എൻ്റെ സ്കിൻ കെയർ റൂട്ടീനിൽ പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഫേഷ്യൽ ഓയിലാണ്. ഇതാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്ത, അല്ലെങ്കിൽ പുതിയതായിട്ട് എൻ്റെ സ്കിൻ കെയർ റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്ത ഒരു സ്റ്റെപ്പ്. ഇത് ബയോക്യൂളിൻ്റെ റിന്യൂ ആൻറ്റി ഏജിങ് ഫേസ് ഓയിലാണ്. ഇതിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വലൈൻ, ആപ്രിക്കോട്ട്, പോമഗ്രനേറ്റ് ഒക്കെ ഉണ്ട്. ഇത് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ആണ് ഇതെല്ലാം. നമുക്കറിയാം പോമഗ്രനേറ്റ് ഒക്കെ നമുക്കറിയാം, ഹൈലറോണിക് ആസിഡ് ഒക്കെ നമ്മുടെ നാച്ചുറൽ ഹൈലറോണിക് ആസിഡാണ് പോമഗ്രനേറ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സ്കിൻ കെയർ റൂട്ടീനിൽ ഞാൻ എപ്പോഴും ഹൈലറോണിക് ആസിഡിൻ്റെ ഒരു മയമാണ് എൻ്റെ ഉള്ളത് എന്നുള്ളത്. അതായത് എൻ്റെ എല്ലാ പ്രോഡക്റ്റ് എടുത്ത് നോക്കിയാലും അതിൽ ഹൈലറോണിക്കിന്റെ കണ്ടന്റ് ഉണ്ടാവും. കാരണം എനിക്കത് വേണം, എൻ്റെ അത്രയും സ്കിന്ന് ഡ്രൈ ആയതുകൊണ്ട് തന്നെ എനിക്കത് വേണം. അപ്പൊ ഇതിൽ അതുണ്ട്, പൊമഗ്രനേറ്റ് ഉണ്ട്. പിന്നെ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആന്റി ഏജിങ് ഫേസ് ഓയിൽ ആയതുകൊണ്ട് തന്നെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്കിത് അപ്ലൈ ചെയ്യാം. ഇതിന്റെ ടെക്സ്ചർ ലൈറ്റ് വെയിറ്റ് ആട്ടോ, വെള്ളം പോലെ ഇതുപോലെ പോകുന്നുണ്ട്. നന്നായിട്ട് നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റഡ് ആക്കിയിട്ട് വെക്കും, അതുപോലെ നന്നായിട്ട് നറിഷ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് പ്ലംപ് ആക്കാനും ഗ്രാജുവലി കേട്ടോ പ്ലംപ് ആക്കാനും നല്ല ഫേം സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേഷ്യൽ ഓയിലാണിത്. ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് അങ്ങനെ സ്കിന്നിൽ അങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്തു അങ്ങനെ ഒരു ഫീൽ ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആവുന്നുണ്ടല്ലേ, പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നുണ്ട്. നല്ല ഗ്ലോയി ലുക്ക് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോയി, ഹെൽത്തി ഗ്ലോയി ഫിനിഷ് ആണ്
അറിയാം ഓയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തി ഗ്ലോയി ഫിനിഷ് ആണ് ഇതിന് ഉള്ളത്. അപ്പൊ ഇതാണ് എൻ്റെ അപ്ഡേറ്റഡ് പ്രോഡക്റ്റ്. ഇനി സൺസ്ക്രീൻ. ഇത് ഞാൻ എപ്പോഴും പറയുന്ന സൺസ്ക്രീൻ തന്നെയാണ്, ഡോക്ടർ ഷെറ്റ്സിന്റെ ഹൽദി ആൻഡ് ഹൈലറോണിക്. ഞാൻ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ 1 ഫിംഗർ ആട്ടോ അപ്ലൈ ഉള്ളൂ. പുറത്തേക്ക് പോകുമ്പോൾ മാത്രമാണ് ഞാൻ 2 ഫിംഗർ അപ്ലൈ ചെയ്യാറുള്ളൂ. കാരണം ഓൾറെഡി നമുക്ക് ഇതിൽ SPF 50 ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ 1 ഫിംഗർ ആണ് അപ്ലൈ ചെയ്യാറുള്ളൂ വീട്ടിലിരിക്കുന്ന സമയത്ത്. പുറത്തേക്ക് പോകുമ്പോൾ 2 ഫിംഗർ അപ്ലൈ ചെയ്യും. ഇതുപോലെ നമുക്ക് ഡാബ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ലിപ് ബാം നമുക്ക് അപ്ലൈ ചെയ്യാം. വിഷ് കെയറിന്റെ ഇതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിഷ് കെയറിന്റെ ടിൻഡർ ലിപ് ബാമാണ്, സെറമൈഡ് ടിൻഡർ ലിപ് ബാമാണ്. നല്ല ലിപ് ബാം ആട്ടോ. ഞാൻ ഓൾറെഡി ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെക്ക് ചെയ്ത് നോക്കാം. നല്ല ഇത് നമുക്ക് പിഗ്മെന്റേഷൻ ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നന്നായിട്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വയ്ക്കും നമ്മളുടെ ലിപ്സ്. നമുക്കൊരു നാച്ചുറൽ പിങ്ക് ടിൻറ്റ് നമ്മുടെ ലിപ്പിന് തരും ഈ ടിൻഡർ ലിപ് ബാം കേട്ടോ. ഇതിൻ്റെ തന്നെ വേറൊരു വേരിയന്റ് ഉണ്ട്, അത് പ്ലെയിൻ ആയിട്ടുള്ളത്, ടിൻറ്റ് ഒന്നും ഇല്ലാത്ത വേരിയന്റും ഉണ്ട്. ഞാൻ എപ്പോഴും ഇതാണ് വാങ്ങാറ്, ഈ ടിൻഡർ ലിപ് ബാം. അപ്പൊ അത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ അപ്ഡേറ്റഡ് സ്കിൻ കെയർ റുട്ടീൻ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ പ്രോഡക്ട്സ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.